മാസങ്ങളോളം ജയിലിൽ കിടക്കുന്നത്. ജയിലിൽ കിടക്കുന്നതല്ല, ഒരു മോഷണ കേസിൽ പ്രതിയാകുന്നത്, MDMA കേസിൽ പ്രതിയാകുന്നത്, ലൈംഗിക പീഡന കേസിൽ പ്രതിയാകുന്നത് അടക്കമുള്ള കുറ്റം, ചെയ്യാത്ത കുറ്റം ചാർത്തപ്പെടുമ്പോൾ അവരും വ്യക്തിപരമായി കുടുംബവും ഒക്കെ അനുഭവിക്കുന്ന ആ വേദന നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അദ്ദേഹം പലരും ഇപ്പോൾ വളരെ ശുഭോദർക്കമായ കാര്യം എന്ന് പറയുന്നത്, പലരും ഇത്തരം കാര്യങ്ങൾക്ക് കോടതിയെ സമീപിച്ച് നഷ്ടപരിഹാരത്തിന് കോടതിയെ സമീപിക്കുന്ന അവസ്ഥയുണ്ട്. അത് ബഹുമാനപ്പെട്ട കോടതികൾ അത് അനുവദിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അദ്ദേഹത്തിന് നഷ്ടപരിഹാരം വിധിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ നഷ്ടപരിഹാരം വിധിച്ചുകൊണ്ട് ആ വിധിയിൽ പറയുന്നത് താൽക്കാലികമായ പ്രാഥമികമായ നഷ്ടപരിഹാരമെന്നാണ്. അത് ഈ പോലീസുകാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കി കൊടുക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് വേണ്ടി കീഴ്ക്കോടതിയെ സമീപിക്കാമെന്ന് കൂടി പറയുന്നുണ്ട്. ഈ വിധി ഈ കേസിൽ മാത്രം ബാധകമാണ് എന്ന് പറഞ്ഞിട്ടില്ല.